അഭിഭാഷക ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗാർഹിക പീഡനം നടന്നതിന്റെ നിർണായക തെളിവുകൾ പോലീസിൽ ലഭിച്ചു. മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് നിർണായക തെളിവുകൾ പോലീസിൽ ലഭിച്ചത്. കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്ത ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും കോടതി റിമാൻഡ് ചെയ്തു. ജിസ്മോളുടെ മൊബൈൽ ഫോണിൽ നിന്നുമാണ് നിർണായക തെളിവുകൾ ലഭിച്ചതെന്നാണ് വിവരം. കൂടാതെ ഭർത്താവിന്റെയും ഭർത്തൃപിതാവിന്റെയും ഫോണുകളും പോലീസ് പരിശോധിച്ചു. ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കടന്നത്. ഭർത്താവിനും അച്ഛനും ഗാർഹിക പീഡനത്തിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും ജിസ്മോൾക്ക് മാനസിക സമ്മർദ്ദം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. മൊബൈൽ ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. ഇതുകൂടാതെ ജിസ്മോളുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴികളും നിർണായകമാണ്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പലപ്പോഴായി ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുവെങ്കിലും പരാതികളൊന്നും നൽകിയിരുന്നില്ല. മാതാപിതാക്കളെ കൂടാതെ സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഏപ്രിൽ 15-നാണ് അയർക്കുന്നം നീറിക്കാടിന് സമീപം പുഴയിൽ ചാടി ജിസ്മോളും മക്കളായ നേഹയും നോറയും ആത്മഹത്യ ചെയ്തത്. 24 കോട്ടയം.